Hello, I am Anu V from St. Peter's College, Kolancheri. ഈ വീഡിയോയിൽ മാത്തമാറ്റിക്കൽ അനാലിസിസിലെ ഒരു പ്രോബ്ലം ആണ് ഡിസ്കസ് ചെയ്യുന്നത്. Let y is equal to yn be a sequence defined as y1 equal to 1 and yn plus 1 is equal to 2yn plus 3 by 2 for n greater than or equal to 1. അതായത് ഒരു സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം 1 ആണ്, പിന്നീടുള്ള ടേംസ് തൊട്ട് മുമ്പുള്ള ടേമിനോട് റിലേറ്റഡ് ആണ് ബൈ ദിസ് റിലേഷൻ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് ലിമിറ്റ് y is equal to 3/2. ഈ പ്രോബ്ലത്തിൽ പ്രധാനമായിട്ടും 3 സ്റ്റെപ്പാണ് ഉള്ളത്. ആദ്യം ഈ സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. അടുത്ത സ്റ്റെപ്പിൽ ഈ സീക്വൻസ് മോണോട്ടോൺ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. സോ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം ഇതിനൊരു ലിമിറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ദെൻ അതിൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പായ സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. y1 1 ആണ് എന്ന് തന്നിട്ടുണ്ട്. y2 ഈ ഇക്വേഷനിൽ n പകരം 1 കൊടുത്ത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. y2 ഈക്വൽ ടു 2y1 പ്ലസ് 3/4. y1ന് 1 എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് 5/4 എന്ന് കിട്ടുന്നു, വിച്ച് ഇസ് ഈക്വൽ ടു 1.25. അപ്പം നമുക്ക് ആദ്യത്തെ രണ്ട് ടേംസും ലെസ് ദാൻ 2 ആണ് എന്ന് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ y1 ലെസ് ദാൻ y2 ആണ് എന്നും മനസ്സിലായി. ഇനി ഈ സീക്വൻസ് ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. അപ്പോൾ n ഈക്വൽ ടു 1നും n ഈക്വൽ ടു 2വിനും ഇത് ബൗണ്ടഡ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ്റെ ഹൈപ്പോത്തസിസ്, അതായത് n ഇസ് ഈക്വൽ ടു kക്ക് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. അതായത് yk ലെസ് ദാൻ 2 അല്ലെങ്കിൽ yk ബൗണ്ടഡ് ആണ് എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇനി നമുക്ക് yk പ്ലസ് 1 ലെസ് ദാൻ 2 ആണ് എന്ന് കിട്ടണം. yk പ്ലസ് 1ന്റെ ഇക്വേഷൻ നമുക്ക് ഈ തന്നിരിക്കുന്ന ഇക്വേഷനിൽ n പകരം k കൊടുക്കുന്നു, അതായത് 2yk പ്ലസ് 3/4. അതിൽ yk എന്ന് പറയുന്നത് ലെസ് ദാൻ 2 ആണ്. അപ്പം ഞാൻ yk പകരം 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ ഇക്വാളിറ്റി മാറി ലെസ് ദാൻ ആകുന്നു. ഇത് 7/4 ആണ്. 7/4 ഈസ് ഒബ്വിയസ്ലി ലെസ് ദാൻ 2. അപ്പോൾ yk ലെസ് ദാൻ 2 എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് നമുക്ക് yk പ്ലസ് 1 ലെസ് ദാൻ 2 എന്ന് കിട്ടി. സോ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ yn ലെസ് ദാൻ 2 ഫോർ ഓൾ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N, അതായത് yn ഈസ് ബൗണ്ടഡ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ് yn ലെസ് ദാൻ yn പ്ലസ് 1, അതായത് മോണോട്ടോൺ ഇൻക്രീസിംഗ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുന്നു. അതും ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആണ്. നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു y1 ലെസ് ദാൻ y2, അതായത് n ഈക്വൽ ടു 1ന് ഈ സ്റ്റേറ്റ്മെന്റ് ട്രൂ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു കഴിഞ്ഞു. ഇനി ഇൻഡക്ഷൻ ഹൈപ്പോത്തസിസ്, അതായത് n ഇസ് ഈക്വൽ ടു kക്ക് ഇത് ശരിയാണ് എന്ന് അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് yk ലെസ് ദാൻ yk പ്ലസ് 1 ഫോർ സം k. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് n ഈക്വൽ ടു k പ്ലസ് 1നാണ്, അതായത് yk പ്ലസ് 1 ലെസ് ദാൻ yk പ്ലസ് 2 എന്ന് കിട്ടണം. അപ്പോൾ ഈ ഇന്നിക്വാളിറ്റിയിൽ രണ്ട് സൈഡിലും ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ 3 ആഡ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് ഞാൻ ചെയ്യുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷനിൽ നിന്നാണ് ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 3 ആഡ് ചെയ്യണം എന്ന് മനസ്സിലായത്. അപ്പോൾ പോസിറ്റീവ് നമ്പർ ഇൻറ്റു ചെയ്തു, ഒരു നമ്പർ ആഡ് ചെയ്തു. അപ്പോൾ ഇന്നിക്വാളിറ്റിക്ക് വ്യത്യാസം ഒന്നും വരുന്നില്ല. ദെൻ ഞാൻ ഈ ഇന്നിക്വാളിറ്റിയെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ പോസിറ്റീവ് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് എഗെയിൻ ഇന്നിക്വാളിറ്റിക്ക് ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ അനുസരിച്ച് അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ തന്നിരിക്കുന്നതനുസരിച്ച് ഈ ഇക്വേഷൻ 2yk പ്ലസ് 3/4 എന്ന് പറഞ്ഞാൽ അത് yk പ്ലസ് 1 ആണ്. ഇത് 2yk പ്ലസ് 1 പ്ലസ് 3/4 എന്ന് പറഞ്ഞാൽ അത് yk പ്ലസ് 2 ആണ്. അപ്പം നമുക്ക് yk പ്ലസ് 1 ലെസ് ദാൻ yk പ്ലസ് 2 എന്ന് കിട്ടി. അതായത് yk ലെസ് ദാൻ yk പ്ലസ് 1 എന്ന് അസ്യൂം ചെയ്താൽ നമുക്ക് yk പ്ലസ് 1 ലെസ് ദാൻ yk പ്ലസ് 2 എന്ന് കിട്ടും. സോ ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ആ റിസൾട്ട് എല്ലാ n-നും ശരിയാണ് എന്ന് നമുക്ക് പറയാം. അതായത് നമ്മുടെ സീക്വൻസ്
ഇൻക്രീസിങ് ആണ്, അതുപോലെ ബൗണ്ടഡ് എബവ് ബൈ 2 ആണ്. സോ ബൈ മോണോട്ടോൺ കൺവേർജൻസ് തിയറം എനിക്ക് പറയാം ഈ സീക്വൻസിന് ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എന്താണെന്ന് അറിയത്തില്ല. ഈ മോണോട്ടോൺ കൺവേർജൻസ് തിയറത്തിൽ പറയുന്നത് ആ ലിമിറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സുപ്രീമം ആണ് എന്നാണ്. അപ്പോൾ ഈ സീക്വൻസ് ബൗണ്ടഡ് എബവ് ബൈ 2 ആയതുകൊണ്ട് നമ്മുടെ ആ ലിമിറ്റും അറ്റ്മോസ്റ്റ് 2 ആണ് വരിക. പക്ഷെ ഇതിന്റെ സുപ്രീമം കണ്ടുപിടിക്കൽ അത്ര എളുപ്പമല്ല. അതുകൊണ്ട് ഇതിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു ടെക്നിക്കാണ്. ഓക്കെ, ഇനി ഞാൻ ആ സീക്വൻസിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ പോവാണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരുന്ന റിലേഷൻ ഇതായിരുന്നു, yn+1 = 2yn + 3/4. ഈ എം ടെയിൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് തന്നിരിക്കുന്ന സീക്വൻസിന്റെ ആദ്യത്തെ എം ടേം ഒഴിവാക്കുക, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം, അതിനെയാണ് എം ടെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ 1 ടെയിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ടേം മാത്രം ഒഴിവാക്കുന്നു, പിന്നീടുള്ള ടേം. അതിന് നമ്മൾ കൊടുക്കുന്ന നൊട്ടേഷൻ y1 ആണ്. അപ്പോ നമുക്ക് ഒറിജിനൽ സീക്വൻസിന്റെ രണ്ടാമത്തെ ടേം ആയിരിക്കും 1 ടെയിലിന്റെ ആദ്യത്തെ ടേം. അപ്പൊ ഈ yn+1 എന്ന് പറയുന്നത് 1 ടെയിലിന്റെ nth ടേം, yn എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസിന്റെ nth ടേം. ഓക്കെ, അപ്പോൾ ഇത് nth ടേം ഓഫ് 1 ടെയിൽ അതുപോലെ nth ടേം ഓഫ് y, അത് തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് ഈ തന്നിരിക്കുന്നത്. ഈ 1 ടെയിലിനെ നമുക്ക് കൊടുക്കുന്ന നൊട്ടേഷൻ y1 എന്നാണ്. ഇനി നമുക്കൊരു തിയറം ഉണ്ട്, ഒരു സീക്വൻസിന് ലിമിറ്റ് ഉണ്ട് എങ്കിൽ ആ സീക്വൻസിന്റെ ഏത് ടെയിൽ എടുത്താലും അതിന്റെ ലിമിറ്റും ഈ വൈയുടെ ലിമിറ്റ് തന്നെ ആയിരിക്കും. അപ്പോ ഈ തന്നിരിക്കുന്ന ഇക്വേഷനില് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ സീക്വൻസ് കൺസിഡർ ചെയ്താൽ അതിന്റെ ലിമിറ്റും ഈ yn എന്ന സീക്വൻസ് കൺസിഡർ ചെയ്താൽ അതിന്റെ ലിമിറ്റും സെയിം ആണ്. സോ ഞാൻ രണ്ടിടത്തും അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതിയിരിക്കുന്നത്, വൈയുടെ ലിമിറ്റും 1 ടെയിൽ ആയ y1ന്റെ ലിമിറ്റും സെയിം ആണ്. അതിനെ ഞാൻ y എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനിലെ രണ്ട് സൈഡിലും ലിമിറ്റ് എടുക്കുമ്പോൾ രണ്ട് ലിമിറ്റും സെയിം ആണ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിലും y വരും, റൈറ്റ് സൈഡിലും y വരും. അതായത് y = 2y + 3/4. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ മതി. അപ്പൊ 4 ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ നമുക്ക് 4y = 2y + 3 എന്ന് വരും. ദെൻ 4y ന്ന് 2y സബ്ട്രാക്ട് ചെയ്യുന്നു, അങ്ങനെ 2y = 3 എന്ന് വരും. Thus y = 3/2. y എന്ന് പറയുന്നത് നമ്മുടെ സീക്വൻസിന്റെ ലിമിറ്റ് ആണ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തിരുന്നത്. അതായത് ലിമിറ്റ് y = 3/2. ഓക്കെ, താങ്ക് യു.